നമസ്കാരം എല്ലാവർക്കും. ഞാൻ സീതാദേവി, ചെന്നൈയിൽ നിന്ന്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് തക്കാളി തൊക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡിഷാണ്. തക്കാളി ഉണ്ട്. ഇത് ഭയങ്കര ഉപകാരമുള്ളൊരു ഡിഷാണ് വീട്ടിലുണ്ടാക്കി വെച്ചാൽ. രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് പിള്ളേരെ സ്കൂളിൽ അയച്ചിട്ട് അവർക്ക് ജോലിക്ക് പോകണം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നല്ല ഉപകാരമുള്ള ഇഡ്ഡലിക്ക്, ദോശയ്ക്ക് എല്ലാം ചട്നി അരയ്ക്കാൻ നിൽക്കാതെ ഇത് ഉപയോഗിച്ചാൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ബാച്ചിലേഴ്സൊക്കെ നല്ല ഉപയോഗമുള്ള സാധനമാണ്. ഇതുണ്ടാക്കി വെച്ച ഒരു 2-3 മാസം ഇരിക്കും ഇത്. ഈ തക്കാളി തൊക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിന്ന് 2 കിലോ തക്കാളി കൊണ്ടാണ് തക്കാളി തൊക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആ 2 കിലോ തക്കാളി ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പുളി ചേർക്കണം. പുളി 2 കിലോ തക്കാളിക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ രണ്ട് ഉണ്ടാൾ ഇത് ഉണ്ടാക്കിയത്. ആദ്യം ഇതിൻ്റെ ഞരമ്പ്, പുളിങ്കുരു, അത് ഓടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. 2 ചെറുനാരങ്ങ അളവിൽ പുളി വേണം. ഇപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇത് നമ്മൾക്ക് വതക്കിയെടുക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് തക്കാളി തൊക്ക് ഉണ്ടാക്കാൻ ഒരു കനമുള്ളൊരു പാത്രം വെച്ചു. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇത് വതക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നല്ല ചൂടായി. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി പുളി ഇടാം. ഇപ്പോൾ തക്കാളി വതങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല വതങ്ങട്ടെ, പച്ചവാസന പോകണം. ഒരു കാര്യം ഞാൻ പറയാണ്, ഇത് എപ്പോഴും അടച്ചു വെച്ചിട്ട് വേവിക്കരുത്. അടച്ചു വെച്ച് വേവിച്ചാൽ അതിൻ്റെ പ്ലേറ്റിൻ്റെ അടിയിലത്തെ വെള്ളം വീഴും. ആ വെള്ളം കൂടെ വീഴാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം. അത് അടി പിടിക്കാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി. ഇപ്പോൾ നമ്മൾ തക്കാളി തൊക്ക് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വെളുത്തുള്ളി ചതച്ചത്. ഇതേമാതിരി 2 വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ട് ചതച്ച് വെച്ചതാണ്. ഇത് 2 വെളുത്തുള്ളി വേണം. ഇത് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കടുകും ഉലുവയും വറുത്ത് പൊടിച്ച പൊടി. ഒരു 2 കിലോ തക്കാളിക്ക് 4 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉലുവ. ഇത് 2 നല്ലപോലെ വറുത്തിട്ട് പൊടിച്ച് വെക്കണം. അതാ പൊടിയാണ് ഇത്. പിന്നെ കായപ്പൊടി. ഇത് മഞ്ഞൾപ്പൊടി, കടുക്. ഈ 2 കിലോ തക്കാളിക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് ജാസ്തി വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിലൊരു 2 സ്പൂണും കൂടി ചേർത്ത് ഇടാം. 2 കിലോ തക്കാളിക്ക് ഞാൻ 4 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിട്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടാൻ കുറയ്ക്കാം. ഇത് താളിക്കാനുള്ള കടുക്. ഇത് മഞ്ഞൾപ്പൊടി, കാഞ്ഞമുളക്, വത്തൽമുളക് താളിക്കാൻ, കറിവേപ്പില. ഇത്രയും ചേരുവകളാണ് നമുക്ക് തക്കാളി തൊക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. തക്കാളി പുളിയെ നല്ല വതങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി വിടണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇളക്കി വിട്ടാൽ മതി, അടച്ച് വയ്ക്കരുത്. ഇതങ്ങനെ ഇളക്കി വിട്ടാൽ മതി. ഇപ്പോൾ തക്കാളി പുളി നല്ല വെന്തിച്ച് ഇപ്പോൾ ഗ്യാസ് ഓഫ് ഉള്ള. അടുത്തത് നല്ല ആറ വയ്ക്കണം. ഇപ്പോൾ ഇത് തക്കാളി പുളി വതക്കിയത് നല്ല ആറിയിച്ച് ഇതിന് അരച്ചെടുക്കണം. അത് മിക്സി ജാറിലേക്ക് മാത്രം. ഇപ്പോൾ ഇത് വതക്കിന തക്കാളിയും പുളിയും നല്ല അരച്ചെടുത്ത് വെച്ച് ഇനിമേ നമ്മ தக்காளி தொக்கு எப்படி பண்ணலான்னு பார்க்கலாம். கேஸை பற்ற வச்சாச்சு.
പാത്രത്തെ വെച്ച് ഇനി ஒரு விஷயம் சொல்கிறேன் நான், மறக்காதீங்கோ. இந்த தக்காளி தொக்கு பண்ணுறதுக்கு கொஞ்சம் எண்ணெய் ஜாஸ்தி யூஸ் பண்ணணும். அது நல்லெண்ணெயில் பண்ணினா தான் சூப்பர் டேஸ்ட்டாக இருக்கும். இல்லைன்னா கடலெண்ணெய் யூஸ் பண்ணலாம். ஆனால் நல்லெண்ணெயில் பண்ணினா தான் நல்ல டேஸ்ட்டாக இருக்கும். இதில் கொஞ்சம் ஜாஸ்தி எண்ணெய் செலவாகும். இதுக்கு நான் ஒரு 1/4 லிட்டர் எண்ணெய் ஊற்றிடுறேன். 2 கிலோ தக்காளிக்கு 1/4 லிட்டர் எண்ணெய் ஊற்றிடுறேன். அது எண்ணெயில் தான் வேகணும். இப்போ எண்ணெய் நல்லா சூடாயிடுச்சு. இப்போ நம்ம தொக்கு பண்ண வேண்டியது தாளிக்கணும். கடுகு போட்டுருக்கேன். இப்போ 4-5 வத்த மிளகாய், அடுப்பு சிம்மில் வச்சுடுங்க. ஹை ஃப்ளோர் இதில் வேண்டாம், സിമ്മിൽ വെച്ചിട്ട് നല്ലെണ്ണ കരിഞ്ഞു പോയിടും. ഇനി വെളുത്തുള്ളി ചതച്ചത് ഇടാം. ചതയ്ക്കാൻ പറ്റില്ലെങ്കിൽ നീളത്തിൽ കീറിയിട്ടാലും മതി. ഞാൻ ചതച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. കടുക്, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. ഇപ്പോൾ പുളി തക്കാളി അരച്ച് വെച്ചിട്ടില്ലേ നമ്മൾ, അത് ഇടണം. പുളി തക്കാളി അരച്ച് വെച്ചത് ഇട്ടു. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ 2 കിലോ തക്കാളിക്ക്. നിങ്ങൾക്ക് ജാസ്തി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇടാം. ഞാൻ 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിടാം. പിന്നെ ഇതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ലേശം കൂടെ ഇടാം മഞ്ഞൾപ്പൊടി. പിന്നെ കായം 1 ടീസ്പൂൺ. ഇതെല്ലാം പൊടികളും ചേർത്തു. ഇനി നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വെള്ളം ഒഴിക്കാത്തതാണ്, തക്കാളി മാത്രമേ ഉള്ളൂ, അടി പിടിക്കാൻ പാടില്ല. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നുവെച്ചാൽ വെള്ളമൊന്നും ഒഴിക്കാത്തതല്ലേ, അടി പിടിച്ചാലോ, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇടവിടാതെ ഇളക്കണം, അടി പിടിക്കാതിരിക്കാനാണ്. ഇപ്പോൾ തക്കാളി നല്ല വെന്തിട്ട് കണ്ട എണ്ണയെല്ലാം മേലെ വന്ന് നിൽക്കണം. മേലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ശർക്കര ഇടണം. ഇതാ 1 കപ്പ് ശർക്കര, ചെറിയൊരു കപ്പിന് 1 കപ്പ് ശർക്കര. പിന്നെ ഇതിലേക്കുള്ള ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്. ഞാൻ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കുകയാണ് വേഗം അലിയാൻ വേണ്ടിയിട്ട്. ഇത് കല്ലുപ്പാണ് ഇടുന്നത്, പൊടിച്ച് വെച്ചത്. നല്ല ഇളക്കി കൊടുക്കണം. ഉപ്പും ശർക്കര ഇട്ടു. എണ്ണ അങ്ങനെ പതുക്കെ മേലെ വരുന്നുണ്ട് പൊങ്ങിയിട്ട്. കണ്ടോ, എണ്ണ മേലെ മരിഞ്ഞ് വരുന്നു. തക്കാളി തൊക്കെ സൂപ്പറാ റെഡിയായി. കണ്ടില്ലേ, മേലെ വന്ന് നിൽക്കുന്നത്, എണ്ണയെല്ലാം മേലെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് തക്കാളി തൊക്കിൻ്റെ പാകം. റെഡിയായി. ഇനി ഇത് നല്ലപോലെ ആറാൻ വയ്ക്കണം. ഒരു 4 മണിക്കൂർ, ചുരുങ്ങിയത് 4 മണിക്കൂർ ആറണം. അടയ്ക്കരുത്, മറക്കരുത്, അടച്ചു വയ്ക്കരുത്. തുറന്ന് വെച്ചിട്ട് 4 മണിക്കൂർ ആറാൻ വെച്ചിട്ട് നല്ല ആറിയതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റാം. അത്രേ ഉള്ളൂ. ഇനിയും ഒരു നല്ല ഡിഷോടെ നിങ്ങൾ വീണ്ടും കാണാം.
അതുവരേക്കും നിങ്ങളോടുള്ള അപേക്ഷ, നിങ്ങൾ തക്കാളിത്തൊക്കെ രുചിച്ച് നോക്കിയിട്ട് കമൻസ് ബോക്സിൽ കമൻസ് എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഇത്രയാണ് എൻ്റെ അപേക്ഷ. കമൻറ്റ് ബോക്സിൽ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമസ്കാരം.